പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധമായ റമദാൻ ഷരീഫ് നമ്മോട് വിട പറയാൻ പോവുകയാണ്. നമ്മളൊക്കെ പെരുന്നാൾക്കുള്ള പുതിയ വസ്ത്രം തെരഞ്ഞെടുക്കാനുള്ള, അത് വാങ്ങാനുള്ള തയ്യാറെടുപ്പിലും അതിന്റെ ഷോപ്പിങ്ങിലുമൊക്കെയാണ്. ഈ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഏത് ദിവസം വസ്ത്രമെടുക്കുന്നതും വിലക്കിയിട്ടില്ല. എല്ലാ ദിവസവും വസ്ത്രമെടുക്കൽ അനുവദനീയം തന്നെയാണ്. എന്നാലും ചില നല്ല ദിവസങ്ങളും നല്ല സമയങ്ങളും നോക്കിക്കൊണ്ട് വസ്ത്രം വാങ്ങുന്നത് വലിയ ഹൈറാത്തുകൾക്ക്, വലിയ നന്മകൾക്ക് കാരണമാകും എന്ന് വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. റൂഹുൽ ബയാൻ 4-ാം ഭാഗം 8-ാം പേജിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ശനി, ഞായർ, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ വസ്ത്രം വാങ്ങുന്നത് നല്ലതല്ല എന്ന് റൂഹുൽ ബയാനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ തദ്കിറത്തുൽ വാഇലീൻ പേജ് 21, അതുപോലെ തന്നെ ഖസായിസുൽ അയ്യാമി വൽ അഷ്ഹുർ എന്ന ഗ്രന്ഥത്തിന്റെ 203-ാം പേജ്. ഈ കിതാബുകളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ, ഇന്നാളിന്റെ ദിവസം വസ്ത്രം വാങ്ങിയാൽ എന്താണ് ഉണ്ടാവുക, ഇന്നാളിന്റെ വസ്ത്രം വാങ്ങിയാൽ എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാവുക എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖസായിസുൽ അയ്യാമി വൽ അഷ്ഹുർ രേഖപ്പെടുത്തുന്നു 203-ാമത്തെ പേജിൽ, ഇന്ന ലുബ്സഹു യൗമൽ അഹദി യൂരിസുൽ ഹമ്മ വൽ ഗമ്മ. ഞായറാഴ്ച ദിവസം വസ്ത്രം ധരിക്കുക എന്നത് അത് മനോദുഃഖത്തെയും ഹമ്മിനെയും ഒമ്മിനെയും ഉണ്ടാക്കി തീർക്കും, ദുഃഖവും ടെൻഷനും ഉണ്ടാക്കും. യൗമൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസം വസ്ത്രം വാങ്ങിയാൽ, വസ്ത്രം ധരിച്ചാൽ, അൽ ഖുവത വൻ നിഅ്മത വൽ ബറക്കത, അത് ബർക്കത്തിനെയും ഖുവത്തിനെയും നിഅ്മത്തിനെയും ഉണ്ടാക്കി തീർക്കും. ബർക്കത്തും ആരോഗ്യവും അനുഗ്രഹവും അതും ഉണ്ടാക്കി തീർക്കും. വയൗമസ് സുലസാഇ, ചൊവ്വാഴ്ച ദിവസം വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, പുതിയ വസ്ത്രം ധരിച്ചു, അത് വാങ്ങിയാൽ, ലിയാഉഹു ബിസ്സുഖൂതി ഫിന്നാരി അവിൽ മാഇ ഔ വബിശ്ശിർഖതി, ആ വസ്ത്രം തീയിൽ വീണുകൊണ്ടോ വെള്ളത്തിൽ വീണുകൊണ്ടോ മോഷ്ടാക്കൾ അത് മോഷ്ടിക്കൽ കൊണ്ടോ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യൗമൽ അർബിയായി, ബുധനാഴ്ച ദിവസം പുതിയ വസ്ത്രം ധരിച്ചാൽ, സിയാദത്തുൽ ഫഹ്മി വൽ ഇൽമി വൽ ളുഫ്രി ബിൽ ഉമൂരിൽ മുഹിമ്മ, മുഖ്യമായ കാര്യങ്ങൾ കൊണ്ടുള്ള വിജയവും വിജ്ഞാനം വർധനവും ഗ്രാഹ്യശക്തി വർധനവത്തിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യൗമുൽ ഖമീസി, വ്യാഴാഴ്ച ദിവസം വസ്ത്രം വാങ്ങിയാൽ, ഖളാഉൽ ഹവായിജി വത്തൂലുൽ ഉംരി, ദീർഘായുസിനും അതുപോലെ തന്നെ ആവശ്യങ്ങൾ നിറവേറാനും അത് വലിയൊരു കാരണമാകാൻ സാധ്യതയുണ്ട് എന്ന് ഖസായിസുൽ അയ്യാമി വൽ അഷ്ഹുർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങിയാൽ, ലാ യൂരിസു ഖൈറൻ വലാ ശർറൻ, അത് ഒരു ഖൈറും ഒരു ഷർറും ഉണ്ടാക്കൂല എന്നും കാണാം. എന്നാൽ മറ്റു ചില കിതാബുകളിൽ കാണാം, തദ്കിറത്തുൽ വാഇലീൻ പോലെ ഉള്ള കിതാബുകളിൽ കാണാം, വെള്ളിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങിയാൽ അത് പണം വർദ്ധിക്കാൻ, സമ്പത്തിൽ വളരാൻ സാധ്യതയുണ്ട്, സമ്പത്തിൽ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചില കിതാബുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. യൗമസ് സബ്തി, ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ ആ വസ്ത്രം ധരിക്കുന്ന നേരത്ത് രോഗമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും പല കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. ശനി ദിവസം നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും, ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നു. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിവാക്കേണ്ടതാന്ന് പുതിയതെടുക്കുന്നത്, ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പരനാശവും അതിനാൽ വരാനിടയുണ്ട്, തീ വീണതായി നശിക്കേണ്ടതാണ് ആ മുണ്ട്, മോഷ്ടിച്ചു കൊണ്ടും പോകുവാനിടയുണ്ട്, അതുമാത്രമല്ല നീ ധരിച്ചാൽ പിന്നെ ഹമ്മക്കൊയും ഒഴിയാതിരിക്കും പൊന്നേ. തിങ്കളാഴ്ചയായാൽ ഏറ്റവും സവിശേഷമാം ബറക്കത്ത് കൂടുതൽ കിട്ടുവാൻ പര്യാപ്തമാ, അതുപോലെ ബുധനും നല്ലതാണെന്നുണ്ട്, ആയുഷിന് തന്നതിലേറ്റവും ഫലമുണ്ട്. വ്യാഴാഴ്ചയായാലും ഹബീബേ നല്ലതാ, തുണി തന്നെ വീണ്ടും കിട്ടണം എന്നുള്ളതാ, സുഹൃത്തുക്കളെ വെള്ളിയാഴ്ച ഏറ്റവും മെച്ചമാ, ദൗലത്തു തന്നതു കൊണ്ടു വളരാൻ മാർഗമാ. ഇത് തദ്കിറത്തുൽ വാഇലീൻ വിവരിച്ചതാ, 21-ാം പേജിൽ ഇത് കാണുന്നതാ. ശനി ചൊവ്വ ഞായർ ഈ ദിവസമിൽ ധരിക്കുന്നത് ഗുണമില്ല എന്ന സോദരാ നീ പുതിയത്. റൂഹുൽ ബയാൻ നീ നോക്കി 8-ാം പേജതിൽ കാണുന്നതാണിതിലുള്ള 4-ാം ഭാഗമിൽ.
ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ വസ്ത്രം വാങ്ങാനും അത് ധരിക്കാനും ഒക്കെ മഹത്തുക്കളായ ഉലമാക്കൾ ചില പ്രത്യേക ദിവസം നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ ദിവസത്തിൽ നമ്മൾ വാങ്ങിയാൽ വലിയ ഹൈറും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നതാണ്. പിന്നെ പുതിയൊരു വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഔറത്ത് മറക്കാൻ വേണ്ടിയാണ് ഈ വസ്ത്രം ധരിക്കുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ നിയത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ കൂലി ലഭിക്കും. അത് കാരണത്താൽ ഹൃദയത്തിന് പ്രകാശവും ലഭിക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ